പുറത്തു പോയി MBBS പഠിക്കാൻ നല്ല യൂണിവേഴ്സിറ്റീസ് തിരഞ്ഞു നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, NMC ഗൈഡ് ലൈൻസ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അഥവാ NMCയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സെക്കൻഡ് വൺ, FMG പാസ് പെർസെൻറ്റേജ്. വിദേശത്തെ MBBS പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ FMG എക്സാം ക്ലിയർ ചെയ്യണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പഠിച്ചിറങ്ങിയ എത്ര വിദ്യാർത്ഥികൾ ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുള്ള കണക്കുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. തേർഡ് വൺ, സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് 3 തരത്തിലാണുള്ളത്. 1, +2 മാർക്കിന്റെയോ നീറ്റ് സ്കോറിന്റെയോ അടിസ്ഥാനത്തിൽ. 2, ആദ്യ വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ വർഷങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റീസ് നൽകുന്ന സ്കോളർഷിപ്പ്. 3, ഏത് രാജ്യത്താണോ നിങ്ങൾ പഠിക്കുന്നത് ആ രാജ്യം നൽകുന്ന സ്കോളർഷിപ്പുകൾ. ഇപ്പൊ സ്കോളർഷിപ്പുകളെ കുറിച്ച് വ്യക്തമായല്ലോ. ഇനി 4th വൺ, വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും സംസാരിക്കുക. എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസുമായോ അവരുടെ പാരന്റ്സുമായോ സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുക. നേരിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ പ്രധാനമാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കേണ്ടത്.